ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ് PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിന്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കുന്ന. കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയതിന്റെ ബാക്കി ഭാഗം ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന ടോപ്പിക്കിൽ നിന്നും ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോയാലോ കൂട്ടുകാരെ? പോകാം നമ്മുടെ ക്ലാസ്സിലേക്ക്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ ഉണ്ടായിരുന്ന പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഏപ്രിൽ 1, 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നീ മേഖലകൾക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ടും പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി കൂടിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ദെൻ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിന് പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിന് പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KN രാജ്. ഒന്നുകൂടെ നമ്മൾ നോക്കിയ കാര്യങ്ങൾ നോക്കി വരാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-56 കാലഘട്ടത്തിൽ ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരുന്നത്. ഇനി അതിലെ നമ്മുടെ പാർലമെന്റിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഏപ്രിൽ 1, 1951. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വളരെ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് പ്രാധാന്യം നൽകിയിരുന്ന ചില മേഖലകൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം ഇതൊക്കെയാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജ്. കുടുംബ ആസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി 1952. സാമൂഹിക വികസന പദ്ധതി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, സാമൂഹിക വികസന പദ്ധതി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. സാമൂഹിക വികസന പദ്ധതി 1952 ഒക്ടോബർ 2 ആരംഭിച്ചത്. സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത് 1952 ഒക്ടോബർ 2. ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമാണ് ഈ പറഞ്ഞ പദ്ധതിയുടെ ലക്ഷ്യം. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 1953 UGC സ്ഥാപിതമായത് 1953 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിതമായത്. പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. UGC സ്ഥാപിതമായ വർഷം 1953. UGC ആക്ട് പാസ്സാക്കിയ വർഷം 1956 കേട്ടോ. UGC ആക്ട് പാസ്സാക്കിയത് UGC ആക്ട് പാസ്സാക്കിയ വർഷം 1956. 5 ഐറ്റികൾ ഇൻഫർമേഷൻ ടെക്നോളജി 5 ഐറ്റികൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 5 ഐറ്റികൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ 1955 നിർമ്മിച്ചത്. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമ്മുടെ കേരളത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേ 1955 സ്ഥാപിച്ചത്. ഒന്നാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1% അല്ലെങ്കിൽ 2.1% കൈവരിച്ചത് 3.6%. അപ്പൊ നല്ല വളർച്ചാ നിരക്കായിരുന്നു കേട്ടോ. ഒന്നാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%. എന്നാൽ നമുക്ക് ആ വളർച്ചാ നിരക്ക് കൈവരിച്ചതെന്ന് പറയുന്നത് 3.6%. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികളാണ് ഫക്രാനങ്കൽ, ഹിരാക്കുട്ട്, ദാമോദർ വാലി. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതി
പദ്ധതികൾ ഫക്രാനങ്കൽ, ഹിരാക്കുട്ട്, ദാമോദർ വാലി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. 1956 മുതൽ 61 വരെ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി നോട്ട് ചെയ്തോളൂ. 51, 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെ. വ്യവസായവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഹാരോ ഡോമർ മോഡൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മോഡൽ എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. 1955 കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും രണ്ടാം പദ്ധതിക്കുണ്ടായിരുന്നു. ദേശീയപാത നിയമം 1956 നാഷണൽ ഹൈവേസ് ആക്ട് 1956 നിലവിൽ വന്നു. രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ച വർഷം 1956. രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ച വർഷം 1956. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളായിരുന്നു. രണ്ടാം പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല. ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല. 4.5% വളർച്ചാ നിരക്ക് ലക്ഷ്യം വച്ച രണ്ടാം പദ്ധതി 4.3% വളർച്ച കൈവരിച്ചു. 4.5 ലക്ഷ്യം വെച്ചത്. 4.3% വളർച്ചാ നിരക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ രണ്ടാം പഞ്ചവത്സര പദ്ധതി. 1956 മുതൽ 1961 വരെ 5 വർഷം. 1951-56 വരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടു ഹാരോ ഡോമർ മോഡൽ എന്ന്. രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടു മഹലനോബിസ് മോഡൽ എന്ന്. 56-61 കാലഘട്ടം. അപ്പോൾ ഇതില് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്നത് കാർഷിക മേഖലയ്ക്ക്, പ്രധാനമായിട്ടും കാർഷിക മേഖല അല്ലെങ്കിൽ കൃഷി, ജലസേചനം, വൈദ്യുതവൽക്കരണം ഒക്കെ ആയിരുന്നു. പ്രധാനമായിട്ടും കൃഷിക്ക് പ്രാധാന്യം നൽകി. അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്നറിയപ്പെട്ടു ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇവിടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി നമ്മൾ നോക്കുമ്പോൾ 1956 ആരംഭിച്ച രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യം നോക്കുമ്പോൾ വ്യവസായവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല ഒക്കെ ഈ പറഞ്ഞ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്ന് എന്നുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ്സുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും കണ്ടുമുട്ടും. സൈനിങ് ഓഫ് KL01 വേൾഡ് ഓഫ് നോളജ്. ബൈ.